Welcome to my chemistry classes. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിലെത്തി നിൽക്കുകയാണ്. അതിന്റെ പ്രിപ്പറേഷൻ ആണ് നോക്കിയത്. അതിന്റെ ഒരു ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ നമ്മൾ മാംഗനേറ്റും പെർമാംഗനേറ്റിന്റെ സ്ട്രക്ചർ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നേരെ അതിന്റെ ഓക്സിഡേഷൻ റിയാക്ഷനിലേക്ക് പോകാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻ. രണ്ട് കാറ്റഗറി ഉണ്ട് ഇതിനകത്ത്. ഒന്ന് ഇറ്റ് ഈസ് ഇൻ ആസിഡ് മീഡിയം, രണ്ട് വീക്ക്ലി ബേസിക് മീഡിയം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകണം. നൗ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ, ടേക്ക് ഹെഡിങ് ഓക്സിഡേഷൻ റിയാക്ഷൻസ്. അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ഇൻ ആസിഡ് മീഡിയം. അപ്പോ ആസിഡ് മീഡിയത്തിന്റെ അകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്, അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഓപ്പറേഷണൽ ലെവലിൽ നോക്കിയാൽ മതി. സോ നൗ ഇറ്റ് ഈസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇറ്റ് ഈസ് KMnO4. It's also KMnO4. And in acid medium, acid medium H plus പിന്നെ ഫില്ല് ചെയ്യാം എത്ര ഉണ്ടോ. Then plus നമ്മൾ പറഞ്ഞു ആസിഡ് മീഡിയത്തില് ഇത് +7 ആണ്, അത് എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. +2 ആയിട്ട് മാറുമ്പോൾ 5 electron catch ചെയ്യും. So in acid medium 5 electron catcher is there, and now it is a 5 electron can catch, and that gives എന്താ വരാൻ നോക്കാം. K plus അതേപോലെ ഉണ്ടാവും. This also here again K plus, then plus Mn2 plus ആയിപ്പോൾ Mn2 plus, then plus H2O ഉണ്ടാവും. H2O. ഓക്കെ, H2O ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 4 ഓക്സിജനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 8H plus വേണം. Now it is 8H plus is there, and now you can say here again അപ്പോ 4H2O. ഓക്കെ, 4H2O ഫോം ചെയ്യും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ബേസിക് റിയാക്ഷൻ. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ഈ റിയാക്ഷൻ പഠിച്ചു വെക്കണം. മാത്രമല്ല ഇത് 5 ഇലക്ട്രോൺ ക്യാൻസർ ആണ്. ഏത്? ആസിഡ് മീഡിയം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ചെയ്ത പോലെ തന്നെ റിയാക്ഷൻ എടുത്ത് നോക്കുന്നു. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ല. നമ്മൾ നേരെ ബോക്സിലേക്ക് മാറും. 2 റിയാക്ഷൻ കഴിഞ്ഞാൽ നേരെ ബോക്സിലേക്ക് മാറും. ഓക്കെ, എന്നാ ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ സാധാരണ ഫെറസ് ടു ഫെറിക് നമ്മൾ ഇപ്പോൾ എടുക്കാം. സോ നൗ ഇറ്റ് ഈസ് എ ഫെറസ്. ഓക്കെ, here again ferrous Fe2 plus changed into ferric Fe3 plus. It is a Fe here again 3 plus. Okay, അപ്പൊ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ now it is a 1 electron transfer, and here again 1 electron transfer. ഇതിന്റെ അകത്ത് ട്രാൻസ്ഫർ 5 electron ആണ്, then converted into 5 electron into here again 5, and so this 5 is here, and again this 5 is here. Okay, 5 is here. Okay, ഇനി ബാലൻസ് ഇതേ റിയാക്ഷൻ താഴെ ഇറക്കി എഴുതിയാൽ മതി. And so here again 8H plus, then plus KMnO4, here again KMnO4, and that gives here again K plus, then K plus, and then plus Mn2 plus, then plus, okay, 4H2O. Now it is over. Okay, very easy. Now it is right. നമ്മൾ നേരെ പിന്നെ ഇത് ഫെറസ് ടു ഫെറിക് നമ്മൾ ഓൾറെഡി ലബോറട്ടറിയിൽ ചെയ്യുന്നതാണ്. മോൾ സാൾട്ട് മീൻസ് ഫെറസ് സൾഫേറ്റ് ആണ്. സോ അപ്പോ ദിസ് ഈസ് എ ടൈട്രേഷൻ റിയാക്ഷൻ. അതിന്റെ തിയറിയാണ് ബേസിക്കലി ഇത്. അത് പക്ഷെ ഇവിടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എഴുതി വെച്ചു മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറൊരു കാര്യം, ഒരു ടൈട്രേഷൻ റിയാക്ഷൻ ഉണ്ട്, ഓക്സാലിക് ആസിഡ് റിയാക്ഷൻ. ഓക്കെ, സോ യു ജസ്റ്റ് കൺസിഡർ ദ കേസ് ഓഫ് എൻ ഓക്സാലിക് ആസിഡ്. സോ യു നോ ലൈക്ക് ദിസ് വേ ഓക്സാലിക് ആസിഡ് എന്ന് പറയുമ്പോൾ COOH ആണ്. ഞാൻ ഡീറ്റെയിൽ ഒക്കെ എഴുതിയാണ്. C ഡബിൾ ബോണ്ട് ഓക്സിജൻ OH, and here again C double bond oxygen, it is also OH. Oxalic acid oxidize ചെയ്ത് കഴിഞ്ഞാൽ, this is oxalic acid, oxidize ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യാം. കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഒരു കാർബൺ ഡയോക്സൈഡ് കിട്ടും, and so it is a CO2, and then plus it is also CO2. Okay, ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് കാർബൺ ഡയോക്സൈഡിൽ ഓക്സിഡൈസ് ചെയ്തിട്ട് here again +4, and this also here again +4. ഇതിന്റെ ഓക്സിഡൈസ് ഇവിടെ എണ്ണിയാൽ മതി, പെട്ടെന്ന് കിട്ടും. 1 2 3. ഓക്കെ, ഓക്സിജൻ ആയിട്ടുള്ള ബോണ്ട് മാത്രമേ ഓക്സിഡൈസിൽ കൺസിഡർ ചെയ്യുള്ളൂ. കാർബൺ ബോണ്ട് ഓക്സിഡൈസിൽ കൺസിഡർ ചെയ്യില്ല. അപ്പോ 1 2 3, അപ്പൊ +3 ആണ് ഓക്സിഡൈസ് ചെയ്തിട്ട്. Now here again +3, and this also +3. ഓക്കെ, സോ അപ്പോ +3 +4 ആയി 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അടുത്ത +3 +4 ആയി again 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ. 1 + 1 2. So it is generally a 2 electron transfer. ഓക്കെ, 2ന്റെ കണക്ക് ഇയാളുടെ കയ്യിലില്ല. ഇയാളുടെ കണക്ക് 5 10 ആവാം, 15 ആവാം, 20 ആവാം, അങ്ങനെ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് ഇയാളെ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 2 × 5 എത്തിക്കണം. ഓക്കെ, സോ മൾട്ടിപ്ലൈ വിത്ത് ഹിയർ അഗെയിൻ 5. അപ്പൊ 5 എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ സേ ഇറ്റ് ഈസ് 10 ഇലക്ട്രോൺ ആണ്. ഓക്കെ, 10 ഇലക്ട്രോൺ. അപ്പോ യു ക്യാൻ സേ ദിസ് ഈസ് 10 ഇലക്ട്രോൺ ആണ്. അപ്പോ ഇവിടെ 10 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ എത്ര KMnO4 വേണം? ഒരു KMnO4 5 ഇലക്ട്രോൺ ക്യാച്ച് ചെയ്യുന്നു, ട്രാൻസ്ഫർ ആണ്. അപ്പൊ 10 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ 2 KMnO4 ആണ്. സോ യു നീഡ് 2 KMnO4 ഹിയർ.
ഓക്കെ, അപ്പോ നമ്മൾ ആ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ. അപ്പൊ ഇവിടെ 5. ഓക്കെ, ഇവിടെ ടോട്ടലി ഇറ്റ് ഈസ് ഓൾസോ 5 കിട്ടും കേട്ടോ. ഓക്കെ, 5 into 2 10 ആവും. ഓക്കെ, then again പ്ലസ്. ഓക്കെ, അപ്പൊ 2 KMNO4 ആണ് കേട്ടോ. then 2 KMNO4 then plus H plus അവിടെ നിൽക്കട്ടെ, നമുക്ക് എഴുതാം. ഓക്കെ, ഹിയർ അഗെയിൻ H plus is there. H plus. ഓക്കെ, അപ്പൊ അപ്പുറത്ത് എന്ത് വരും? ദാറ്റ് ഈസ് ഹിയർ അഗെയിൻ പ്ലസ്. ഓക്കെ, here again 2K plus. അത് എത്ര നിർബന്ധം അതേ ഉണ്ടാവുള്ളൂ. then plus here again 2Mn2 plus. Mn2 plus then plus H2O. ഓക്കെ, H2O എഴുതും. ഇനി നമ്മള് ഓക്സിജന്റെ ഹൈഡ്രജന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത് കൂടി ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഓക്സിജൻ നോക്കാം. 1 2 3 4 4 into 5. ഓക്കെ, 4 into 5 is 20. ഓക്കെ, ഹിയർ അഗെയിൻ 20 oxygen. 20 oxygen. ഓക്കെ, 20 ഹിയർ അഗെയിൻ ഓക്സിജൻ. ഈ ഭാഗത്ത് 8 ഓക്സിജൻ. Now here again 8 oxygen. അപ്പൊ 28 ഓക്സിജൻ ഈ ഭാഗത്തുണ്ട് കേട്ടോ. 28 ഓക്സിജൻ ഇവിടെ. ഇനി അവിടെ നോക്കാം. ഇവിടെ 5, ഇവിടെ 2 plus 2 4, 4 into 5. ഓക്കെ, it is also 4 into 5 again 20. It is also here also എന്താണ് 20 മാത്രം. അപ്പൊ ഇവിടെ 8 ഓക്സിജൻ. അപ്പൊ 8 ഓക്സിജൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 8 ഓക്സിജൻ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ പിന്നെ എത്ര ഹൈഡ്രജൻ വേണം? 16 ഹൈഡ്രജൻ വേണം. 8 ഓക്സിജൻ എക്സ്ട്രാ, സോറി 8 ഓക്സിജൻ അല്ലല്ലോ, 8 ഓക്സിജൻ കറക്റ്റ്. 8 ഓക്സിജൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് 16 H പ്ലസ് വേണം. 16 H പ്ലസിൽ ഇവിടെ H പ്ലസ് എത്ര ഉണ്ട് നോക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ്പൊ ഇവിടെ വെയിറ്റ് ഇവിടെ 8 H2 ആണ്. ഇവിടെ അത് കാര്യം വിട്ടുപോയി, ആ ലിങ്ക് ചെയ്യാൻ വിട്ടുപോയി. ദെൻ പ്ലസ് ഇവിടെ 8 H2O വേണം. 8 H2O. അപ്പൊ ഓക്സിജൻ ബാലൻസ് ആയി. അപ്പൊ ഇവിടെ 8 H2O വേണമെങ്കിൽ ഈ 8 ഓക്സിജനെ ക്യാൻസൽ ചെയ്യണം. 8 ഓക്സിജനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എത്ര H പ്ലസ് വേണം? 16 H പ്ലസ് വേണം. 16 ഇവിടെ നോക്കാം 2 5 into 10 ഹൈഡ്രജൻ ഇവിടെയാണ്. 10 ഹൈഡ്രജൻ. അപ്പൊ ഇനി 6 എക്സ്ട്രാ മതി. 6 അപ്പൊ 6 അപ്പോ 10 മാറും 16 ആയി. അപ്പൊ അവിടെ 8 കറക്റ്റ്. Now it is a balanced reaction. അപ്പൊ ഇതാണ് ഒരു എക്സ്ട്രാ തിങ് ഉള്ളത്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച പോലെയുള്ള റിയാക്ഷൻസ് ആണ്. Now ഇതാണ് നമ്മൾ ലാബിൽ നമ്മൾ ഓക്സാലിക് ആസിഡിന്റെ ടൈട്രേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോ ഇനി താഴെ എഴുതിയേക്കാം ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് KMNO4. then in acid, അതിനകത്ത് ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് KMNO4 ഹെഡിങ് കൊടുത്ത ശേഷം ഫസ്റ്റ് സബ് ഹെഡിങ് ഇൻ ആസിഡ് മീഡിയത്തിലുള്ളത് താഴെ എഴുതിയേക്കാം. ഇൻ ആസിഡ് മീഡിയം KMNO4 can absorb അല്ലെങ്കിൽ catch. KMNO4 can catch or absorb 5 electron. Clear? അതിനുശേഷം ഈ ബേസിക് റിയാക്ഷൻ ആണ്. Then first example ferrous to ferric, oxalic acid. Second example oxalic acid into carbon dioxide. So അപ്പൊ ഇത് ഫസ്റ്റ് റിയാക്ഷൻ and then it is also second reaction. ഇനി നമ്മൾ നേരെ ബോക്സിലേക്ക് മാറാം. പോസ് ചെയ്യാം, എഴുതാം. So I am erasing now this. നമ്മൾ നേരത്തെ എഴുതിയ ടൈപ്പ് ഓഫ് ഒരു ബോക്സിലേക്ക് മാറാം. നൗ ഇവിടെ സീരിയൽ നമ്പർ ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇവിടെ നമ്മൾ റിയാക്ഷൻ ഓക്കെ, റിയാക്ഷൻ നമ്മൾ എഴുതുന്നു. അടുത്ത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എഴുതുന്നു. ഓക്കെ, നമ്പർ ഓഫ് KMNO കേട്ടോ, KMNO4 നമ്പർ ഓഫ് KMNO. ഇത്രയാണ് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതി. അത് കുറച്ചൊരു കൂടുതൽ നമ്പർ ഓഫ് റിയാക്ഷൻ ഇതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും വേണ്ട. ഓക്കെ, യെസ്. നമ്മൾ ഫസ്റ്റ് എഴുതിയ റിയാക്ഷൻ ഞാൻ ഇതിലേക്ക് തന്നെ കോപ്പി ചെയ്യണം. നേരത്തെ എഴുതിയ റിയാക്ഷൻ ആണ്. ഒന്ന്, ഇറ്റ് ഈസ് ഓൾസോ ഫെറസ്. ഓക്കെ, Fe2 plus. ഓക്കെ, 2 Fe3 plus. Fe here again 3 plus. Okay, then you can say this about 5 ഇട്ടു. Again you can say 5. നമ്മൾ എഴുതുന്നില്ല, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല.
But you can say this electron transfer is a 5 electron transfer. 5 electron 1 changed into 5. Okay, 5 electron transfer. And now it is a 1 kmnO4 is needed. Another കാര്യം oxalic acid. ഞാൻ OA ഷോർട്ട് ആക്കിയിട്ട് അത് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് oxalic acid into carbon dioxide. Carbon dioxide. Okay. Again, it is a 2 electron transfer. Okay, here again 1 electron. Appo 2 electron transfer aagumbo okay into multiply with 5 aanu. Okay, appo 2 electron you convert it into 10 electron transfer. Okay, and so 2 kmnO4. Clear. ഇനിയാണ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്തതിലേക്ക് പോകുമ്പോൾ it is also X minus halogen minus ആണ്. നമ്മൾ നേരത്തെ നോക്കിയത് I minus നോക്കി Br minus ആവാം. X minus നോക്കി. അപ്പൊ X minus ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, Cl ആവാം. ഓക്കെ, ദിസ് ഇസ് മേ ബി Cl minus ആവാം, അല്ലെങ്കിൽ Br minus ആവാം, ആൻഡ് ഓഫ് കോഴ്സ് I minus ആൾസോ. ഓക്കെ, I minus ഏതെങ്കിലും ഒന്ന്. അപ്പൊ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ Cl minus വന്നാൽ HCl ആയി. ഡിസ്കളതാണ് HCl. അപ്പൊ അതുകൊണ്ട് HCl ഇതിനൊരു മീഡിയം ആയിട്ട് ആസിഡ് മീഡിയം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. അപ്പൊ ആസിഡ് മീഡിയം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് മാത്രമാണ്. സപ്പോസ് ഇഫ് യു ആർ യൂസിങ് ഇൻസ്റ്റെഡ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് HCl is using, what is happening? HCl medium itself undergo oxidation reaction. HCl എന്താവും? Cl2 ഗ്യാസ് ആയിട്ട് മാറും, ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതൊരു ഫേമസ് ക്വസ്റ്റ്യൻ ആണ്, വൈ we are not using HCl for making acid medium in potassium permanganate titrations. That is a very important question also. Now, നമ്മൾ അതിന്റെ റിയാക്ഷനിലേക്ക് പോവാം. So it gives X2. അപ്പൊ ഇവിടെ 2 ആണ്. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. നമ്മൾ നേരത്തെ നോക്കിയിട്ട് 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ, 2 അതുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ 10 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയി. അപ്പൊ 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ കൺവേർട്ടഡ് ഇൻടു ഹിയർ അഗൈൻ 10 electron transfer, and so here again 2 kmnO4 is needed. Okay, 2 kmnO4 is needed. Clear. Now again it is another, there is a second one and this also third one. നമ്മൾ നേരത്തെ നോക്കിയ എല്ലാം എടുക്കാം. Okay, here again sulfur dioxide SO2 here again +4 oxidation state. It is a SO4. Okay, SO4 2 minus, it is a +6 oxidation state. Again 2 electron transfer into multiply with 5. Okay, ഇവിടെ 5 വരും 5 എഴുതിട്ടാണുള്ളൂ. So you can say 5 എഴുതാം, കുഴപ്പമില്ല. So it is also into here again 5. Here also what? Also 5. അപ്പൊ 5 ആണെങ്കിൽ 2 5ലേക്ക് multiply with 10 ആയി. And so it is a 2 converted into 10 electron transfer. And so it is 2 kmnO4 is needed. Sulfate. Okay, this is the fourth one. And then another reaction. Okay, nitrate. Where is the sulfide? Sulfide. Okay, doubt. Okay, sulfide S2 minus. Okay, hydrogen sulfide S2 minus gives. Okay, here again S. Okay, this is 2 electron. This is 0. Okay, after 2 electron transfer again same repeating into 5. It is also 5. Here again 5. Okay, then again it gives here again a 2 electron gives here also 10 electron. So it is 10 electron, and so 2 kmnO4 is needed. Okay, and again we are continuing. So it is when you add the sulfur and SO3 minus. That is same one. Okay, here again is also 5, and here again 6 is also SO3 minus. Okay, SO3 minus it is from sulfurous acid. It's called sulfurous acid. 2 minus. SO3 2 minus. It is called sulfurous acid. H2SO3 enna acidinte peru. Nokka 3 into 2 6. 6 minus 2. 6 minus 2 it is 4. Plus 4 is oxygen state. Now it is a +4 oxygen state, and this gives okay SO4 2 minus. SO4 2 minus. Same type of reaction. Okay. Appo anganeyanengil ivide variya 2 electron transfer. Ivide +4 +6 +6. Now it is a 2 electron transfer. 2 നമ്മൾ multiply with 5. And so 5 is here, and here again 5 is here, and so upon 10 electron transfer, 2 electron transfer converted into 10 electron transfer, and 2 kmnO4 is needed. Okay. Oh, last. And again we are considering another one reaction also, nitrite into nitrate. We will discuss it.
So it is again nitrite. Okay, NO2 minus. That gives here again NO3. This also minus. Okay, this is plus 3 and this also plus 5. Again 2 electron. Multiply with the 2 electron and multiply with the 5. And so this also 5 and here again 5. And so 2 electron converted into here again 10 electron. And so 2 KMnO4 is needed. Okay. ഇനി നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റുന്ന റിയാക്ഷൻ ആണ് സ്റ്റാൻഡസ് ടു സ്റ്റാൻഡ്. അത് നിങ്ങൾ സ്വന്തം എഴുതാം, ഞാനിത് എഴുതില്ല, സ്പേസ് ഉള്ള കുറവുണ്ട്. സ്റ്റാൻഡസ് SN2+2 SN+4. Again it is 2 electron transfer. So 2 into 5, 5. So 2 changed into, again it is also a 5 electron, 10 electron transfer. So 2 KMnO4 is needed. നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒറിജിനൽ റിയാക്ഷൻ എഴുതണം. ഇത് പരീക്ഷയ്ക്ക് എഴുതി വെച്ചാൽ പോരാ. So from that you write the original balanced reaction. ഇത് മതി നമുക്ക്, പക്ഷെ ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതാൻ വേണ്ടി. ക്ലിയർ. അതിന്റെ 2 എക്സാമ്പിൾ ഞാൻ ഒറിജിനലി കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഒറിജിനൽ, വി ആർ ഡിസ്കസിംഗ് ദ ഒറിജിനൽ എക്സാമ്പിൾ. അപ്പൊ ഇത്രയാണ് KMnO4ന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ഇൻ ആസിഡ് മീഡിയം. Now we are going to a further topic in basic medium. അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകാം. ബേസിക് മീഡിയത്തിലേക്ക് നമ്മൾ പോവാം. Wait a second. ഓക്കെ, ബേസിക് മീഡിയത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ബേസിക് മീഡിയത്തിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഇസ് മച്ച് മോർ സ്ട്രോങ്ങർ ദാൻ ഇൻ ആസിഡ് മീഡിയം. അപ്പൊ അതിന്റെ ഒരു ബേസിക് റിയാക്ഷൻ നമ്മൾ ഇതിലേക്ക് പോവാം. സോ ഇറ്റ് ഇസ് എ സെക്കൻഡ് പാർട്ട് ഇൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ വീക്ക്ലി ബേസിക്, അതാണ് ഹെഡിങ് കേട്ടോ, ഇൻ വീക്ക്ലി ബേസിക് മീഡിയം. സോ അഗൈൻ വി ആർ ടേക്കിംഗ്, ഇറ്റ് ഇസ് ഓൾസോ KMnO4. Here again KMnO4 and we are adding electron into it. Electron ഇതിലേക്ക് ആഡ് ചെയ്യാം, നമുക്ക് പിന്നീട് ബാലൻസ് ചെയ്യാം. And then plus in a weakly basic medium OH minus നമ്മൾ ചെയ്യണമെന്നില്ല, OH minus എഴുതാം, കുറച്ചുകൂടി നല്ലത് H2O ആണ്. So you are writing H2O. Here again H2O. That gives, okay, നമ്മൾ പിന്നീട് ഫുൾ ഫിൽ ചെയ്യാം. That gives MnO2. Okay, അല്ലെങ്കിൽ K plus, then K plus here again MnO2. Okay. ഇനി നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് കറക്റ്റ് ബാലൻസ് ചെയ്ത് നോക്കാം. Then it is also MnO2 ആണ്, പിന്നെ ഒന്നും കൂടി കേട്ടോ. Then plus OH minus. അപ്പോ ഇവിടെ മാംഗനീസിൽ ഒപ്പം 4 ഓക്സിജൻ ഉണ്ടായിരുന്നു, അവിടെ മാംഗനീസിനൊപ്പം 2 ഓക്സിജൻ ഉള്ളൂ. അപ്പോ ഈ 2 ഓക്സിജൻ എങ്ങോട്ട് പോയി? വാട്ടറിലേക്ക് പോകണം. ഒരു വാട്ടറിന് 1 ഓക്സിജൻ മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ, എന്നിട്ട് 2 H2O ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ 2 വാട്ടർ വേണം. അപ്പൊ ഇവിടെ 2 H2O എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 2 ഓക്സിജൻ, യു ഇമാജിൻ ലൈക്ക് ദാറ്റ് വേ, 2 ഓക്സിജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ 2 ഓക്സിജൻ ഗോയിങ് ഇൻ ടു ദിസ് വേ. ഓക്കെ, അങ്ങോട്ട് പോയി. അപ്പൊ പോകുമ്പോൾ 1 H2O 2 OH തരും, 2 H2O 4 OH മൈനസ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എഴുതേണ്ടത്, സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വേ. ഹിയർ അഗൈൻ 4 OH മൈനസ്, 4 OH. ബാക്കിയെല്ലാം സെറ്റാണ്. ഇനി ശ്രദ്ധിക്കണം, ഇലക്ട്രോണിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് +7 ആയിരുന്നു ഓക്സിജൻ സ്റ്റേറ്റ്, ഇവിടെ നമ്മൾ +4 ആയി ഓക്സിജൻ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് പ്ലസ് ഹിയർ അഗൈൻ 4. അപ്പോൾ +4 കഴിഞ്ഞ 5 6 7. It is a 3 electron transfer. Now it is a here again 3 electron transfer. Okay, it is a 3 electron transfer. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻ. നമ്മൾ നേരെ തന്നെ ഓക്കെ ഇതിന്റെ ഒരു റിയാക്ഷൻ, 3 റിയാക്ഷൻ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, കാര്യമായിട്ട് അത്രയും ഡിസ്കഷൻ ഇല്ല. So only 3 reactions we are discussing. So many reactions are there, but in our textbook only 3 reactions we are going. Okay, അപ്പൊ അതിനകത്ത് നമ്മൾ ആ ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ പോവാ. ഇറ്റ് ഈസ് ഹിയർ അഗൈൻ I minus, it is also I minus iodide 2. Okay, iodide 2. It is okay, it is IO3 ആണ്. IO3 minus ആണ്. IO3 minus. IO3 മൈനസിന്റെ പേര്, it is iodide 2
Iodide 2. Wait a second. I will check it. Iodide 2. I forget the name. Okay. Wait a second. Iodide 2. That name is important. But I forget the name. It is maybe. Wait. Iodate. Okay, sorry. Iodate. Okay. It is iodate. I forget it. Anyway, it is iodate. Okay. It is an iodate. Iodate. Okay. Iodate. Oh, iodate. Yes, it is difficult to go. It is iodate. 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 Okay. Then iodate. Now go on the balance here. So ഇവിടെ നോക്കാം. ഇവിടെ -1 ആണ് ഓപ്ഷൻ ഷീറ്റ്. ദിസ് ഈസ് എ -1. ഹിയർ അഗൈൻ -1 ഓപ്ഷൻ ഷീറ്റ്. ഇവിടെ നോക്കുമ്പോൾ 3 into 2 6 6 minus 1 5 plus 5 ആണ് ഓപ്ഷൻ ഷീറ്റ്. അപ്പൊ ഇനി എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ നോക്കാം. -1 കഴിഞ്ഞിട്ട് പിന്നെ 0 1 2 3 4 5. So it is a 6 electron transfer. Can you follow? This is a 6 electron transfer. Again -1 ആണ് കഴിഞ്ഞിട്ട് 0 1 2 3 4 5. Okay, then 6 electron. Okay, so it is a 6 electron transfer. Now it is here again a 6 electron transfer basically. അപ്പോൾ 6 electron എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിന്റെ അകത്ത് 3 electron transfer ആണ് ബേസിക്കലി വരിക. 3 electron. അപ്പോൾ ഇത് എത്ര വേണം? അപ്പോൾ 2 KMnO4 ആണ്. അപ്പോൾ 6 electron എന്ന് പറയുമ്പോൾ here again 2 KMnO4 is there. അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. KMnO4 രണ്ടെണ്ണം ആഡ് ചെയ്താൽ മതി. Okay, now again we are adding 2 KMnO4. 6 electron ആയതുകൊണ്ട് ഇവിടെ രണ്ടെണ്ണം ആഡ് ചെയ്യുന്നത് കേട്ടോ. So it is a 2 KMnO4. Then plus, okay, H2O കേട്ടോ. H2O വേണം നമുക്ക് നോക്കാം. Okay, H2O. Okay, that gives എന്താ ഉണ്ടാവുക? Then plus 2K plus. Then 2K plus. Then plus MnO2. Okay, MnO2. എത്ര MnO2 വരും? 2MnO2. Then plus H2O. H2O പിന്നീട് ബാലൻസ് ചെയ്യാം. So it is like that. ഇനി നമുക്ക് ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്ത് നോക്കാം. ഇവിടെ വരുമ്പോൾ 8 ഓക്സിജൻ വരും കേട്ടോ. 8 ഓക്സിജൻ. ഓക്കെ, ഇനി അവിടെ വരുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ 4 ഓക്സിജൻ. ഓക്കെ, ഇറ്റ് ഇസ് 4 ഓക്സിജൻ. ഹിയർ അഗൈൻ 4 ഓക്സിജൻ ഉണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇവിടെ പ്ലസ്. ഓക്കെ, 4 7 ഓക്സിജൻ വരും. ഹിയർ അഗൈൻ 7 ഓക്സിജൻ. ഇവിടെ 8, അവിടെ 7 ഓക്സിജൻ. അപ്പോ ഒരു H2O മതി. H2O കാര്യത്തിൽ ഇവിടെ ഒരു എക്സ്ട്രാ. ഓക്കെ, പ്രശ്നം വരുമല്ലോ. അപ്പോ അവിടെ 7 ഓക്സിജൻ, 7 plus 1. ഓക്കെ, H2O അല്ലേ? ഒരു കോംപ്ലിക്കേഷൻ വരുമല്ലോ. O3 7 ഓക്സിജൻ, 7 plus 1 8 വന്നിട്ടുണ്ട് അവിടെ. സോറി, നോട്ട് H2O, OH minus. ഓക്കെ, അപ്പൊ 7 plus 1 8 വന്നു. 7 plus 1 8 കറക്റ്റ് അല്ലേ? 1 8 അല്ലേ? അവിടെ 8 വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ H2O. ഓക്കെ, H2O എന്ന് കൊടുക്കേണ്ട H2O. ഓക്കെ, ദെൻ പ്ലസ് H പ്ലസ് അവിടെ എഴുതേണ്ടി വരും. അപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് ഇതിനകത്ത്. സോ ഇറ്റ് ഇസ് H2O. ഒരു H അവിടെ വന്നുണ്ട് അല്ലെ? ഒരു H വന്നുണ്ട്. സോ എനിവേ, തൽക്കാലം ഒന്ന് അവിടെ ലീവ് ചെയ്യാം. ഞാനിത് പിന്നെ ഞാൻ നോക്കിയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഞാൻ പിന്നെ അത് പിന്നെ ഒരു നോട്ട് പോലെ ഇട്ട് ബാലൻസ് ചെയ്ത ശേഷം നൗ യു ക്യാൻ സേ. അപ്പോൾ തൽക്കാലം ഇത് ബേസിക് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് മാത്രം ബാലൻസിങ് ആവുന്നില്ല. നമ്മൾ സമയം വെറുതെ കളയണ്ട. 2 ഒന്നുകൂടെ നോക്കാം. 2 4. ഓക്കെ, 4 into 8 plus 1 9 വന്നോടെ ഒരു H2 വരെയാണെങ്കിൽ അവിടെ നോക്കുമ്പോൾ 3. ഓക്കെ, 4 7 ഓക്സിജൻ വന്നു. ഓക്കെ, അവിടെ ഒന്ന് 8. ഓക്കെ, അപ്പൊ H2 ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആണ്, ഓക്സിജൻ കറക്റ്റ് ആണ്. പക്ഷെ അപ്പൊ H പ്ലസിന്റെ ഒരു പ്രശ്നം വരും. ഓക്കെ, വേണമെങ്കിൽ ഒരു H പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആഡ് ചെയ്യാം. പക്ഷെ അതിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് ആഡിങ് H പ്ലസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയാക്ഷൻ ഓക്കെ ആണ്. സോ എനിവേ, നമ്മൾ ഒന്നുകൂടി ഞാൻ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്താണ്. ഓക്കെ, ക്ലിയർ. നമ്മൾ അഗൈൻ വി ആർ ഗോയിങ് ടു
we are going to another reaction. നമ്മൾ ഇത്ര ഡീറ്റെയിൽ നോക്കുന്നില്ല. This is two simple reaction. Es2O3 2 minus. Okay, Es2O3 here again 2 minus. Okay, then നമ്മൾ പറയാം തയോ എന്ന് പറയും. This color ആണ് തയോ. Okay, തയോ. Sodium thiosulfate. Okay, അതാണ് ഇതിനകത്ത് തയോ. So it changed into. Okay, here again SO4 2 minus. SO4 2 minus. രണ്ട് SO4 കേട്ടോ. Then 2 SO4 2 minus. അപ്പൊ ഇവിടെ നോക്കാം. 3 into 2 6. 6 minus 1 4. Okay, 6 minus 1. 3 into 2 6. 6 minus 2 4. അപ്പോ 4 ആണെങ്കിൽ 4 plus 2 അടുത്ത plus 2. So now it is a plus 2 is the oxidation state. It is changed into plus 6. നമുക്ക് already അറിയാം plus 6 ആണ്. അപ്പോൾ plus 2 കഴിഞ്ഞാൽ plus 3 plus 4 plus 5 plus 6. So 4 electron transfer is there. Now it is a 4 electron transfer. 4 electron transfer. ഇയാളുടെ കയ്യിൽ 3 ഉള്ളൂ. 3 കഴിഞ്ഞാൽ പിന്നെ 6 ഉള്ളൂ. Okay. Again പിന്നെ കഴിഞ്ഞാൽ 12 ഉള്ളൂ. It is only 12. Okay. അങ്ങനെയല്ലേ 3 into 2 6 3 into 4. Okay. 3 into 3 9 ഉണ്ട്. 3 into 3 9. Okay. Again it is 3 into 4 12. Okay. 12 ഇവിടെ കിട്ടൂല. 12 is not possible here. Okay, ഇവിടെ 4 16 ആയിട്ടാ. Okay, അപ്പൊ അവിടെ 16 പറഞ്ഞു നോക്കാം. Here again 16 വരില്ല ഒരിക്കലും. Okay, അപ്പോ പിന്നെ അടുത്ത് വരാം. It is 16 വരുന്നില്ല. 16 4 into 2 8 4 3 12 വരുന്നു അല്ലേ? Okay, 12 വരും. I am wrong. Okay, ഇവിടെ 4 into 3. Here again 4 into 3 that is equal to 12 വരും. Okay, 12 വരും. So 3 ഇവിടെ എഴുതി and now you can say 3 is here. Into here again 3 is there. Okay, അപ്പൊ ഇവിടെ 12 വരും. Okay, അപ്പൊ ഇവിടെ 12 വരണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 KMnO4 is needed. So you need here again 4 KMnO4. 4 KMnO4. Then plus H2O. Okay, and again plus. Okay, here again plus. ഇനി അടുത്ത എന്താ വരിക? പിന്നെ 2 4 അല്ലേ? അപ്പോ 4K plus. Then plus 4 MnO2. Then plus here again OH minus. അപ്പോ പിന്നെ ഓക്സിജൻ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് ആൾസോ ഈസി. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളൂ. ഇത് കുറച്ചുകൂടി ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈസിയാണ്. അടുത്തത് ഹിയർ അഗൈൻ Mn2 പ്ലസ്. ലാസ്റ്റ് വൺ ഹിയർ അഗൈൻ Mn2 പ്ലസ് that gives, it is also 2 plus ആണ്. Mn2 plus that gives MnO2 അല്ലെങ്കിൽ Mn plus 4. Okay, MnO2. Mn here again O2. Okay, അപ്പൊ MnO2 plus 2 ആണ്. This is in a plus 4 ആണ്. അപ്പൊ it is a 2 electron transfer അല്ലേ? Here again is also here again 2 3 4. അപ്പൊ 2 electron transfer. അപ്പൊ 2 electron transfer ആണെങ്കിൽ so ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അപ്പൊ 6ലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? അപ്പൊ here again 2 into 3. Okay, multiply with the 3 here. Then plus again, so it is 2 KMnO4. Okay, 2 KMnO4. And now 4. Then plus it is also, okay, then plus also here again H2O. Then again plus. Okay, then plus again it is also 2. Then 2K plus 2 MnO2. Then plus OH minus. Okay, ഇതാണ് ലാസ്റ്റ് ഒരു റിയാക്ഷൻ. സോ അപ്പോ ഇതും കൂടി ഒന്ന് എഴുതിയിട്ടേക്കാം. ഹൈഡ്രജൻ ഓക്സിജൻ ഞാൻ ബാലൻസ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് there is no balancing for hydrogen and oxygen. Okay, so അപ്പോ this is iodide into iodate. Thiosulfate into thione മാത്രമേ എഴുതിയിട്ടുള്ളൂ. Thiosulfate into sulfate. Manganese 2 plus 2 manganese dioxide. അപ്പൊ ഇതും ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഓഫ് KMnO4. നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു റിയാക്ഷൻ കൂടി ഇതിലേക്ക് നമ്മൾ സാധാരണ ഡീകമ്പോഷൻ റിയാക്ഷൻ കൂടി നമ്മളിലേക്ക് ആഡ് ചെയ്യാൻ പോകാം. Now this oxidation reaction is over, and now again we are going to another reaction, decomposition reaction. Okay, and where is now it is
Okay. Now, decomposition reaction അത് നമ്മൾ നോക്കുമ്പോൾ okay, it is also a KMnO4 അല്ലേ? KMnO4. It is undergo decomposition reaction, forming. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is also K2MnO4. Okay, then plus K2MnO4 ഉണ്ടാവും. അത് പൊട്ടാസ്യം മാംഗനേറ്റ് ഉണ്ടാവും. മാംഗനേറ്റ് plus MnO2 is forming. Then plus in the balance it is also O2 is there. Okay. So this is the reaction. Balance is the reactions. Running with 2 on the floor. Okay. So it's not balanced. At the reaction is the decomposition reaction by action of heat. Then you directly write this reaction. ഇനി നമ്മള് ഇതിനകത്ത് ഒരു ചെറിയൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. യൂസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതില് ഞാൻ 1, 2, 3 പറയാൻ പോകുന്നത് നോട്ടിൽ എഴുതാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലബോറട്ടറി റിയേജന്റ്. Then second one, it is used as Bayer's reagent. Laboratory reagent തന്നെയാണ്, പക്ഷെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നതാണ്. It is used as a Bayer's, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച Bayer's reagent. കഴിഞ്ഞ കൊല്ലം പോലും പഠിക്കാൻ നോക്കാം. Bayer's reagent. Okay. It is used for a used as a oxidizing agent. Used as an oxidizing agent in textiles. നമ്മുടെ ലാബിൽ മാത്രമല്ല, in textiles. ഓക്കെ, കാരണം നമ്മൾ പൊതുവെ പിന്നെ കോട്ടൺ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിന് കളർ പ്യൂർ വൈറ്റ് അല്ല. നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആഡ് ചെയ്യുമ്പോൾ പ്യൂർ വൈറ്റിലേക്ക് മാറും, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അത് പോകും. സോ യൂസ്ഡ് ആസ് എ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഓക്കെ, നോക്കണേ. യൂസ്ഡ് ആസ് എ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. So many are there. Used as a disinfectant. Clear? ഇതൊരു ഓഡ് ക്വസ്റ്റ്യൻ എഴുതിയേക്കാം കേട്ടോ. ഒരു ഓഡ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ടൈട്രേഷൻ ഒക്കെ എഴുതാം. ബേസ് റീജന്റ് എന്ന് പറഞ്ഞാൽ കോൾഡ് ഡൈല്യൂട്ട് KMnO4 സൊല്യൂഷൻ ഈസ് കാൾഡ് ബേസ് റീജന്റ്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ഇത്രയും കാര്യമാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ അതിന്റെ യൂസ് നമ്മൾ എഴുതാൻ അപ്പൊ വിട്ടുപോയി. അപ്പൊ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. ഇത് ലാസ്റ്റ് എൻഡ് ആയതുകൊണ്ട് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്തേക്കാം. ഇത് നമ്മൾ ഹെഡിങ് ചെയ്ത് യൂസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതാണ് നമ്മൾ ഹെഡിങ് പറഞ്ഞത്. അടുത്തത് യൂസ് ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, അതും ഇത് തന്നെ. ഫസ്റ്റ് പോയിന്റ് യൂസ്ഡ് ആസ് എ ലബോറട്ടറി റിയേജന്റ്. രണ്ടാമത്തെ യൂസ്ഡ് ആസ് എ ഓക്സിഡൈസിങ് ഏജന്റ്. മൂന്നാമത്തത് used as a oxidizing agent in leather industry. Okay, മതിയോ? ഓക്കെ, യൂസസ്. ഇനിയും ഒരുപാട് യൂസ്ഡ് ഇൻ ഡൈക്രോമേറ്റ് ടൈട്രേഷൻ വേണമെങ്കിൽ അത് എഴുതാം. നമ്മൾ പഠിക്കുന്നില്ല അത്. യൂസ്ഡ് ഇൻ ഡൈക്രോമേറ്റ് ടൈട്രേഷൻസ്. ക്ലിയർ? ഓക്കെ, സ്വല്പ സമയം കൂടി നമ്മൾ ഇതിലേക്ക് എടുക്കാൻ പോവാണേ. കാരണം ഇത് കഴിഞ്ഞാൽ ഈ സെക്ഷൻ അങ്ങ് തീരും. പിന്നെ നമ്മൾ അടുത്തൊരു മൂന്നാമത്തെ ഒരു കോമ്പൗണ്ട്, അത് തീരെ ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് F ബ്ലോക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത ക്ലാസ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കാര്യം കൂടി എഴുതി വെക്കണം. ആപ്ലിക്കേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഞാൻ വായിക്കുകയാണ്, അപ്പൊ നിങ്ങൾ അത് എഴുതിയിരിക്കണം കേട്ടോ. ആപ്ലിക്കേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഫസ്റ്റ് വൺ, chromium, manganese, nickel, used for alloying. നമ്മൾ പഠിച്ചാൽ used for alloying of Fe. രണ്ടാമത്തത് TiO2 used as pigment. TiO2ന്റെ കളർ പ്യൂർ വൈറ്റ് കളറാണ്. അതാണ് നമ്മൾ പെയിന്റിൽ കൂടുതൽ ഉപയോഗിക്കുക. വൈറ്റ് ബേസിൽ മാത്രമേ വേറെ കളർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് TiO2 is used as a pigment for paint. Pigment എന്ന് പറഞ്ഞാൽ കളർ എന്നർത്ഥം. അടുത്തത് തേർഡ് വൺ, MnO2 used in dry cell. MnO2, അതുകൊണ്ടാണ് നമ്മൾ ബാറ്ററി സാധാരണ നമ്മൾ ആ സെല്ല് വാങ്ങിയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറുത്ത പൗഡർ വരുന്ന കാര്യം അതാണ്. MnO2 used in dry cell. ഓക്കെ,
അടുത്തത് സിങ്ക് കാഡ്മിയം നിക്കൽ. സിങ്ക് കാഡ്മിയം നിക്കൽ യൂസ്ഡ് ഇൻ സെക്കൻഡറി സെൽസ്. സെക്കൻഡറി സെൽ. സിങ്ക് കാഡ്മിയം നിക്കൽ യൂസ്ഡ് ഇൻ സെക്കൻഡറി. നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി പഠിച്ചാണ് സെക്കൻഡറി സെൽസ്. അടുത്തത് ഫിഫ്ത് വൺ, കോപ്പർ ആൻഡ് നിക്കൽ ഫോർ മേക്കിംഗ് കോയിൻസ്. കോപ്പർ ആൻഡ് നിക്കൽ ഫോർ മേക്കിംഗ് കോയിൻസ്. പണ്ട് നമ്മൾ രാജാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഗോൾഡ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ഗോൾഡ് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് നമ്മൾ കോയിൻ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി. ഓക്കെ, ഗോൾഡിന്റെ അത്രയും വില പോലും ഇല്ല നമ്മുടെ രൂപയ്ക്ക്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എല്ലാവരും അബ്സോർബ് ചെയ്യും. ഓക്കെ, പണ്ട് ഒരു രാജ്യത്ത് സിൽവർ കോയിൻ ഇറക്കിയിട്ടുണ്ടാവും. സിൽവർ, ഒറിജിനൽ സിൽവർ, പ്യുവർ സിൽവർ. അപ്പോ അവരുടെ കോയിന്റെ വാല്യൂ കുറഞ്ഞപ്പോ സിൽവറിന്റെ വാല്യൂ കൂടി. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തു, സിൽവർ കംപ്ലീറ്റ് കോയിൻസ് വാങ്ങിയ ശേഷം സിൽവർ ഉരുക്കിയിട്ട് വിറ്റുകയാണ്. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സർക്കാർ ഗോൾഡ് കോയിൻ ഇറക്കാറില്ല. ഓക്കെ, അപ്പൊ അടുത്തത് സിക്സ്ത് വൺ, V2O5 യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. V2O5 യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ കോണ്ടാക്ട് പ്രോസസ്. ഫോർ കോണ്ടാക്ട് പ്രോസസ്. കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ്. ഫോർ കോണ്ടാക്ട് പ്രോസസ്. അടുത്തത് ഇത് എഴുതണം. TiCl4. TiCl4 പ്ലസ് Al. ഓക്കെ, AlCH3 thrice. ഓക്കെ, thrice. ഇനി നമ്മൾ പറയാ സിംഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് കേട്ടോ. സിംഗ്ലർ നാറ്റ, രണ്ട് സയൻസിന്റെ പേരാണ്. സിംഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. ഓക്കെ, കാറ്റലിസ്റ്റ് ഫോർ സിംഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ഫോർ ethene to polyethene. Ethene to polyethene. Ethene to polyethene. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്കിനൊക്കെ ഇത്രയും വില കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഈസ് കോസ്റ്റ്ലി വൺ. ഓക്കെ, ഈ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് 8, Fe and FeO catalyst. Fe and FeO catalyst used for Fe and FeO catalyst used for Haber process. Used in Haber process. Okay, ninth one, hydrogenation. For hydrogenation, nickel catalyst is used. For hydrogenation, nickel catalyst is used. Okay, അടുത്തത് PDCl2 catalyst. PDCl2, palladium dichloride. PDCl2 catalyst used in Walker process. PDCl2 catalyst is not catalyst used in Walker process. Walker process. അപ്പൊ എന്താണ് വാക്കർ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അസറ്റ്ലീൻ ടു അസറ്റാൽഡിഹൈഡ്. ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി, അസറ്റ്ലീൻ ടു അസറ്റാൽഡിഹൈഡ്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് വാക്കർ പ്രോസസ്. ഓക്കെ, അടുത്തത് മേ ബി 11th one, AGBR used in photography. AGBR used in photography. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഒക്കെ നമ്മൾ ഹൈഡ്രോജനേഷൻ ആണ് എഴുതണം. അതുകൂടെ എഴുതാം. ഓക്കെ, അത് നമുക്ക് ഒഴിവാക്കണ്ട. ഒരു 12 എണ്ണം ആയിക്കോട്ടെ. ഓക്കെ, then last 12th one, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം used as a hydrogenation catalyst. Okay, yes. And ഈ ഒരു ക്ലാസ് ഒരല്പം ലെന്തി ആയിട്ടുണ്ട്. ജസ്റ്റ് മോർ ദാൻ ഹാഫ് an hour. ഓക്കെ, സോറി ഫോർ ഇറ്റ്. പക്ഷെ നമുക്ക് ഈ പോർഷൻ ഒന്ന് കവറപ്പ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ കാര്യം നോക്കണം. And thank you for watching this class, and study well, and you stick on the study. Okay, and thank you for watching, and we will see you again. Thank you.